എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോവാം. ആദ്യം കടായി വെച്ചു, പിന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് വെളിച്ചെണ്ണ എന്താ വെണ്ട വെച്ച റിഫൈൻഡ് ഓയിൽ എന്താ ഇടാം. കടുകിട്ടു, കടുകിട്ട് പിന്നെ നമ്മുടെ റെഡ് ചില്ലി ഇട്ടു. അത് കഴിഞ്ഞ് കരിവേപ്പില ഇട്ടു. ഇട്ടിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കടുക് താളിക്കാനുള്ള. കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് മുമ്പ് ഞാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് അടുത്തത് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കൊരു ഈസി ടൊമാറ്റോ റൈസ്. അധികം പട്ട കരയാമ്പൂ ഏലക്ക അതൊന്നും ഇട്ടില്ല, അല്ലാത്ത സാധാ ഒരു ടൊമാറ്റോ റൈസ്. ടൊമാറ്റോ റൈസും ഉരുളക്കിഴങ്ങ് ഉപ്പേരി നന്നായിരിക്കും. ഓക്കെ, കടുകും കറിവേപ്പിലയും ചില്ലിയും പൊട്ടുന്ന സമയത്ത് 4 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചു. പിന്നെ ഞാൻ കാണിച്ചു മഞ്ഞൾപ്പൊടിയൊക്കെ ഇത്തിരി മതി, 2 സ്പ്രിങ്കിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ മതി, അധികം വേണ്ട. നമ്മൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഓക്കെ, ഇതൊന്ന് അരച്ചു കൊണ്ടുവരണം. പേസ്റ്റ് പോലെ അരിഞ്ഞ സമയത്ത് നമ്മൾ കൊത്തമല്ലി ഇല നന്നായി കഴുകി വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് അരയ്ക്കാം. അപ്പോൾ അരച്ച് കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ അരച്ചത് ചേർത്ത് എണ്ണ തെളിയുന്നവരെ ആക്കണം, അല്ലെങ്കിൽ ഒരു പച്ച ചായ വരും ഇതിൻ്റെ തക്കാളിയുടെ. ഓക്കെ, കുറച്ച് കായപ്പൊടി. നമ്മളിപ്പോൾ പിന്നെ ഗരം മസാല ഒന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ കായപ്പൊടി. ഇതൊരു നോർമൽ സാധാ തക്കാളി ചോറ് ടൊമാറ്റോ റൈസ് പറയാം. ഇതിലൊന്നുമില്ല ഗരം മസാല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിലൊന്നുമില്ല, വെറും ടൊമാറ്റോൻ്റെ സ്മെല്ല് മാത്രം വരുന്നത്. എളുപ്പമാണ്. രാവിലെ കുട്ടികൾക്കൊരു സൈഡ് ഡിഷും, മുട്ടയാണെങ്കിലും മുട്ട ഒരു ഓംലെറ്റും, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പപ്പടം കൂട്ടി കൊടുത്താൽ ഇഷ്ടപ്പെട്ട കഴിക്കും കിട്ടും. ഞാനിപ്പോൾ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നെയ്യ് നല്ലതാണ്, നെയ്യ് ആഡ് ചെയ്തോളൂ കേട്ടോ. 2 അല്ല 3 ഞങ്ങൾക്ക് ആഡ് ചെയ്തു. തക്കാളിയുടെ കൂട്ട് ശരിയായി. നമ്മളിപ്പോൾ ചോറ് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് ചോറ്. അപ്പോൾ നല്ല കണ്ട വേറെ നിൽക്കുന്നുണ്ട്, കണ്ടോ. എളുപ്പമായി നമുക്ക്. ഇപ്പോൾ 2 പേർക്കുള്ള ചോറ് ആഡ് ചെയ്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ടിടാം. ഉപ്പ് നിങ്ങൾക്കനുസരിച്ച്. ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നി, അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഉപ്പ് മതിയെങ്കിൽ. ചിലരിപ്പോൾ സൈഡ് ഡിഷ് എടുക്കണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഉപ്പേരി അതൊക്കെ. ഉപ്പ് അധികം വേണ്ടെങ്കിൽ കുഴപ്പമില്ല. ഏജായിട്ടുള്ളവർക്കൊന്നും ഉപ്പ് പറ്റില്ലല്ലോ, കുട്ടികൾക്കാണ്. അതുകൊണ്ട് അവർക്ക് ഉപ്പ് കമ്മിയായാൽ അവർക്ക് പ്രശ്നം. അപ്പോൾ ഇതിപ്പോൾ അധികമൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ആദ്യം കുറച്ചല്ലേ നമ്മൾ മസാലയിൽ ഇട്ടിട്ടുള്ളൂ, ചോറിലില്ലല്ലോ. അപ്പോൾ തക്കാളി റൈസ് റെഡി. അതിൻ്റെ മേലെ നല്ല ഫ്രഷ് കരിവേപ്പില ഇട്ടാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഫ്രഷ് കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയുടെ കൂടെ സെർവ് ചെയ്യാം ലഞ്ച് ബോക്സിലൊക്കെ. ഇത് നേരത്തെ നിങ്ങൾ ആ കൂട്ട് രാത്രി ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായി വേഗമാവും. കുറച്ചധികം ഉണ്ടാക്കി വെച്ചോളൂ. എന്നാൽ ഒരു ദിവസം ഉണ്ടാക്കി പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടികൾക്ക്. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Okay.